ഹായ് ഓൾ. കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണിത്. ഇതിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ റിലേഷൻ ടു reduction of share capital? Option A, special resolution must be passed for the reduction of share capital. Option B, reduction of capital is subject to confirmation by the court. Option C, articles of association must authorize the company to reduce its share capital. And option D, none of the above. Question ഇതാണ്. താഴെ തന്നിരിക്കുന്നതിൽ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലുമായി റിലേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്, അതായത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നോട്ട് കറക്റ്റ് എന്നാണ്. എന്താണ് ശരിയല്ലാത്തത്? ദാറ്റ് മീൻസ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ് ആണ്. അതായത് തന്നിരിക്കുന്ന എല്ലാം എന്താണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഒരു ഷെയർ ക്യാപിറ്റൽ റിഡക്ഷന് സമയത്ത് എന്തെല്ലാം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ പറയുന്നത് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് ഫോർ ദ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ്റെ സമയത്ത് എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് കോർട്ടിൻ്റെ കൺഫർമേഷൻ, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് സബ്ജക്റ്റ് ടു കൺഫർമേഷൻ ബൈ ദ കോർട്ട്. കോർട്ടിൻ്റെ കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. ഓപ്ഷൻ സി പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റ് ഓതറൈസ് ദ കമ്പനി ടു റെഡ്യൂസ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തിന് ഓതറൈസ് ചെയ്യണം? എന്താണ് ഷെയർ ക്യാപിറ്റൽ റിഡക്ഷനിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇത്രയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് കറക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം കണ്ടീഷൻസ്, ഇതല്ലാണ്ട് ബാക്കി എന്തെല്ലാം കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്താൽ മാത്രമേ ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന് നോക്കാം. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. അതിനു മുമ്പ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡീൽ ചെയ്യുന്ന സെക്ഷൻ കമ്പനീസ് ആക്റ്റിലെ സെക്ഷനാണ് സെക്ഷൻ 66 പറയുന്നത്. അപ്പോൾ കണ്ടീഷൻസ് പറയുന്നത് മുമ്പത്തെ കണ്ടീഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മെൻഷൻ ചെയ്തിരിക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷനാണ്. ശ്രദ്ധിക്കുക, ഓർഡിനറി റെസൊല്യൂഷൻ പോരാ, പകരം എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ ഇതിനു വേണ്ടി പാസ്സാക്കിയിരിക്കണം. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ പെർമിഷൻ വേണം. കോർട്ട് ഓർഡർ ഉണ്ടായിരിക്കണം. ദെൻ സെൻഡ് ദ ഓർഡർ ടു രജിസ്ട്രാർഡ്. ഇതെന്താണ് കോർട്ടിൻ്റെ ഈ ഒരു ഓർഡർ നമുക്ക് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം? രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്തും കൊടുക്കാം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് കീപ്പ് അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ പരിശോധിച്ചാൽ എന്താണ് തന്നിരിക്കുന്ന എല്ലാം എന്താണ് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നും ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോവ് ആണെന്നും മനസ്സിലാക്കാം. The next question, which of the following statement is not correct in relation to redemption of preference share? പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷനുമായി റിലേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. അതിലും എന്താണ് നോട്ട് കറക്റ്റ്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ പറയുന്നത് പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് കനോട്ട് ബി റെഡീംഡ്. ഓപ്ഷൻ ബി, capital redemption reserve cannot be used for issuing bonus shares. Option C, premium on redemption of preference shares can be provided out of share premium account. And option D, none of the above. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് എന്നാണ്. നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് കനോട്ട് ബി റിഡീംഡ്. അതെന്താണ് ട്രൂ ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ട്രൂ ആദ്യത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ് പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റില്ല. അത് ശരിയാണ്. കാരണം ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് മാത്രമേ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ബി പറയുന്ന ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് നമുക്ക് എന്താണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ എന്താണ് അത് നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സോ അതെന്താണ് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് ആൻസറായിട്ട് വന്നത്. നമുക്ക് ഓപ്ഷൻ സിയും കൂടെ ഒന്ന് നോക്കാം. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ഷെയർ പ്രീമിയം അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്ന സമയത്തെ പ്രീമിയം നമുക്ക് ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെന്നാണ്. അതെന്താണ് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു സോഴ്സ് ഈ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം.
സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ ആണ്. ഏതെല്ലാം സോഴ്സുകളിൽ നിന്ന് ബോണസ് ഇഷ്യൂ നടത്താമെന്നാണ്. അപ്പം നോർമലി നമുക്ക് 3 സോഴ്സ്, ഒന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ നിന്ന് നമുക്ക് ബോണസ് ഇഷ്യൂ നടത്താം. 2 സെക്യൂരിറ്റി പ്രീമിയം റിസർവ് യൂസ് ചെയ്തുകൊണ്ട് ബോണസ് ഇഷ്യൂ നടത്താം. അതേപോലെ ഫ്രീ റിസർവുകൾ യൂസ് ചെയ്തുകൊണ്ടും ബോണസ് ഇഷ്യൂ നടത്താം. അപ്പോൾ ഈ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ മറ്റൊരു കാര്യമാണ്, ഇറ്റ് കനോട്ട് ഇഷ്യൂ ഫ്രം ക്യാപിറ്റലൈസിങ് റിസർവ് ബൈ ദ റീവാലുവേഷൻ ഓഫ് അസറ്റ്. അസറ്റ് റീവാല്യൂ ചെയ്തുകൊണ്ട് കിട്ടുന്ന റിസർവിൽ നിന്ന് നമുക്കൊരിക്കലും ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റീവാലുവേഷൻ ഓഫ് അസറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വിൽ അഫക്ട് ദ ഫ്ലോ ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ട്രാൻസാക്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്യാഷ് സെയിൽസ് ഓഫ് ഗുഡ്സ്, ഓപ്ഷൻ ബി ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്, ഓപ്ഷൻ സി മെഷീനറി സോൾഡ് ടു ക്രെഡിറ്റേഴ്സ് ടു സെറ്റിൽ ഹിസ് അക്കൗണ്ട്, ആൻഡ് ഓപ്ഷൻ ഡി പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഫോർ എ ഫിക്സഡ് അസറ്റ്. അപ്പോൾ അതിന് ഫ്ലോ ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഫ്ലോ ഫണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ എന്താണ് ഫ്ലോ ഫണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ പറയുന്നതിന് മുമ്പ് ഫ്ലോ ഫണ്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഫ്ലോ ഫണ്ട് ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ താഴെ പറയുന്നുണ്ട് നോ ഫ്ലോ ഫണ്ട്. താഴെ പറഞ്ഞ 2 കേസുകളിൽ ഫ്ലോ ഫണ്ട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെയായിരിക്കുമ്പോഴാണ് ഫ്ലോ ഫണ്ട് ഉണ്ടാവില്ലാത്ത? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസാക്ഷൻ, അത് രണ്ടും തമ്മിലാണ്, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ ആ ഒരു രീതിയിലാണ് എങ്കിൽ അവിടെ എന്താണ് ഫ്ലോ ഫണ്ട് ഉണ്ടാവില്ല. ഇതൊരു റൂളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്ത പറഞ്ഞ് നോൺ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് ലയബിലിറ്റിയുമാണ് ട്രാൻസാക്ഷനിലുള്ളതെങ്കിൽ നമുക്ക് എന്താണ് അവിടെയും ഫ്ലോ ഫണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ 2 സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക. അവിടെ രണ്ടും കറണ്ട് അസറ്റ് കറണ്ട് ഐറ്റം ആണെങ്കിലും രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണെങ്കിലും എന്താണ് അവിടെ ഫ്ലോ ഫണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എപ്പോഴാണ് ഫ്ലോ ഫണ്ട് ഉണ്ടാവുന്നത്? അത് നെക്സ്റ്റ് കൊടുത്താൽ നോക്കാം. കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റിയുമാണ് എങ്കിൽ അവിടെ ഫ്ലോ ഫണ്ട് ഉണ്ടാവും. അതേപോലെ തന്നെ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റിയുമാണെങ്കിൽ അവിടെയും ഫ്ലോ ഫണ്ട് ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയുമാണെങ്കിൽ അവിടെ ഫ്ലോ ഫണ്ട് ഉണ്ടാവുകയും അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് അസറ്റും ആണെങ്കിലും അവിടെ ഫ്ലോ ഫണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ കറണ്ടും നോൺ കറണ്ടും കൂടെ വന്നാൽ മാത്രമേ അവിടെ ഫ്ലോ ഫണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. രണ്ടും കറണ്ട് ആണെങ്കിലും രണ്ടും നോൺ കറണ്ട് ആയ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ഫ്ലോ ഫണ്ട് ഉണ്ടാവില്ല. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷും ഗുഡ്സുമാണ് ഇവിടെ ട്രാൻസാക്ഷൻ. അപ്പോൾ രണ്ടും എന്താണ്? കറണ്ടാണ്. സോ അവിടെ ഫ്ലോ ഫണ്ട് ഉണ്ടാകുന്നില്ല. അത് തെറ്റായ ആൻസറാണ്. രണ്ടാമത് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ഗുഡ്സ് ക്രെഡിറ്റിന് വെക്കുകയാണെങ്കിൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന 2 ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ്? ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാണ് ഐറ്റംസും? ഗുഡ്സും ക്രെഡിറ്റേഴ്സും ആണ്. രണ്ടും കറണ്ട് ഐറ്റമാണ്. അപ്പോൾ അവിടെയും എന്താണ്? ഫ്ലോ ഫണ്ട് ഉണ്ടാകുന്നില്ല. ഓപ്ഷൻ സി മെഷീനറി സോൾഡ് ടു എ ക്രെഡിറ്റർ ടു സെറ്റിൽ ഹിസ് അക്കൗണ്ട് ആണ്. ഇവിടെ മെഷീനറിയും ക്രെഡിറ്റേഴ്സുമാണ്. അപ്പോൾ ഒരെണ്ണം മെഷീനറി എന്ന് പറയുന്ന നോൺ കറണ്ട് ഐറ്റവും ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന കറണ്ട് ഐറ്റവുമാണ്. അപ്പോൾ അത് ഓപ്ഷൻ സി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഡൗട്ടില്ല. എന്നാലും ഓപ്ഷൻ ഡി ഒന്ന് നോക്കാം. പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഫോർ എ ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ എന്താണ്? ഫ്ലോ ഫണ്ട് തന്നെ ഉണ്ടാവുന്നില്ല. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോഫിറ്റ് ഈസ് ടേക്കൺ ടു കാൽക്കുലേറ്റ് ദ ഏർണിംഗ് പെർ ഷെയർ. EPS കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് എന്താണ് EPS എന്ന് അറിഞ്ഞിരിക്കുക. ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. അതിന് നമുക്ക് EPS എന്താണെന്ന് നോക്കാം. ഏർണിംഗ് പെർ ഷെയറുമായി ബന്ധപ്പെട്ട കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഏർണിംഗ് ആഫ്റ്റർ പേയിങ് ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓപ്ഷൻ ബി ഏർണിംഗ് ആഫ്റ്റർ പേയിങ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബട്ട് ബിഫോർ പേയിങ് എനി ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റ്. ഏർണിംഗ് ആഫ്റ്റർ പേയിങ് ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ പേയിങ് ടാക്സ് ആൻഡ് എനി ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റ്. ഓപ്ഷൻ ഡി ഏർണിംഗ് ബിഫോർ പേയിങ് ഇൻട്രസ്റ്റ്, ടാക്സ്, എനി ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റ്. ഇനി നമുക്ക് എന്താണ് EPS എന്ന് നോക്കാം. EPS is equal to net income minus preference dividend divided by outstanding shares. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറയാം, ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം.
അപ്പോൾ EPS എന്നാന്ന് പറഞ്ഞാൽ എന്താണ്, ഏർണിങ്സ് പെർ ഷെയർ ആണ്. ഒരു ഷെയറിന് എത്ര ഏർണിങ്സ് കിട്ടുന്നു. ഇവിടെ ഷെയർ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ആണെന്ന് വിചാരിക്കാം. അതാണ് മനസ്സിൽ കരുതേണ്ടത്. ഇക്വിറ്റി ഷെയറിലാണ് ഏർണിങ്സ് ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയറിന് എത്ര ഏർണിങ്സ് കിട്ടുന്നു എന്നറിയണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? നെറ്റ് ഇൻകം മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാകുന്ന നെറ്റ് ഇൻകത്തിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻറ്റും കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇൻകം ഡിവൈഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ചെയ്താൽ മതി. ഇനി എന്താണ് നെറ്റ് ഇൻകം? നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഏർണിങ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ടാക്സസ്. ഒരു കമ്പനിയുടെ ടോട്ടൽ ഏർണിങ്സിൽ നിന്നും എക്സ്പെൻസും ടാക്സുകളും ഒക്കെ കുറച്ച് കഴിഞ്ഞ് മിച്ചമുള്ളതിനെയാണ് എന്ത് പറയുന്നത്? നെറ്റ് ഇൻകം എന്ന് പറയാം. പ്രിഫേർഡ് ഡിവിഡൻസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻസ് എന്നാണ് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റിനെയാണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട് കമ്പനി നിലവിൽ, ആ നമ്പർ ഓഫ് ഷെയറിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം EPS എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട ഏർണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. പിന്നെ ക്വസ്റ്റ്യനിലോട്ടൊന്നും കൂടെ പോയി നോക്കാം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി ഏർണിംഗ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, EPS എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുത്തതിന് ശേഷം ആർക്ക് അവകാശപ്പെട്ടത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ഏർണിങ്സ് ആഫ്റ്റർ പേയിങ് ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ. ആഫ്റ്റർ അതെല്ലാം കൊടുത്തതിന് ശേഷം. അപ്പോൾ അത് തന്നെയാണ് ആൻസർ അല്ലേ, എല്ലാം കൊടുത്ത ആഫ്റ്റർ. അതിൻ്റെ ഓപ്ഷൻ ബി എന്ന് നോക്കിയേ, ഏർണിങ്സ് ആഫ്റ്റർ പേയിങ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബട്ട് ബിഫോർ ആണോ? അല്ല, ഡിവിഡൻറ്റും കൂടെ അതും ആഫ്റ്റർ ആണ് വരേണ്ടത്. അപ്പോൾ അതല്ല, ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. നോക്കുക, ഓപ്ഷൻ സി ഒന്ന് നോക്കുക, ഏർണിങ്സ് ആഫ്റ്റർ പേയിങ് ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ. അവിടെയും ബിഫോർ വന്നു, ബിഫോറിലല്ല, എല്ലാം ആഫ്റ്റർ ആണ് അവിടെ വരുന്നത്. ഓപ്ഷൻ ഡിയിലും എന്താണ് ബിഫോർ പറയുന്നുണ്ട്. ബിഫോർ പേയിങ് ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് എനി ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റ് എന്നാണ്, അതുമല്ല. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following method is not used for the computation of purchase consideration? പർച്ചേസ് കൺസിഡറേഷന് കമ്പ്യൂട്ടേഷന് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണെന്നാണ്. അപ്പോൾ താഴെ തന്നിട്ട് കുറച്ച് മെത്തേഡ്സ് തന്നിട്ടുണ്ട്. ഒന്ന് ഓപ്ഷൻ എ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് മെത്തേഡ്, ഓപ്ഷൻ ബി നെറ്റ് അസറ്റ് മെത്തേഡ്, ഓപ്ഷൻ സി നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് ആണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി ഇതെല്ലാം എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അപ്പം ആ മെത്തേഡ്സിൽ ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കുക, റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് മെത്തേഡിനെ തന്നെ ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് എന്നും അല്ലെങ്കിൽ സ്വാപ്പ് മെത്തേഡ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.